Hi friends, welcome to Hamictech. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഒരു ആപ്ലിക്കേഷന്റെ സഹായം കൂടാതെ നമുക്ക് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിരിക്കുന്നത് അവർക്കത് വർക്ക് ആവുന്നില്ല, അവരുടെ ഫോണിൽ ആ ഷോ ഹിഡൻ ഫയൽസ് കാണുന്നില്ല, അതുപോലെ ചില ഫോണുകളിൽ ഇത് വർക്ക് ആവുന്നില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ്സ് ഞാൻ ആ ഒരു വീഡിയോയുടെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മോട്ടോ E3 എന്ന ഫോൺ ഉപയോഗിച്ചാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് റിയൽമി അതുപോലെ ഓപ്പോ എന്നീ രണ്ട് ഫോണുകൾ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷന്റെ സഹായം കൂടാതെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. ഞാൻ ആദ്യമായിട്ട് റിയൽമി C35 എന്ന ഫോൺ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷന്റെ സഹായം കൂടാതെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യണം. ഇവിടെ മുകളിലായിട്ട് 3 വര കാണാൻ സാധിക്കും. ആ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ് എന്ന ഓപ്ഷനിൽ താഴോട്ട് നോക്കാമെങ്കിൽ ഷോ ഹിഡൻ ഫയൽസ് എന്ന ഓപ്ഷൻ കാണാം. ആ ഷോ ഹിഡൻ ഫയൽസ് എന്നത് ഇപ്പോൾ ഡിസേബിൾ ആയി കിടക്കുകയാണ്. നമുക്കതൊന്ന് എനേബിൾ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട ബാക്കിലോട്ട് വരാം. ബാക്കിൽ താഴെയായിട്ട് ഇന്റർണൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ ഉണ്ട്, അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിൽ മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇവിടെ അപ്പോൾ നമുക്ക് com.whatsapp എന്നൊരു ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ വീണ്ടും വാട്സപ്പ് എന്ന ഫോൾഡർ വന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ കുറേയധികം ഫോൾഡേഴ്സ് ഉണ്ട്, ഇതിൽ താഴെയായിട്ട് മീഡിയ എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലെ മിക്ക ഫോൾഡേഴ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് സ്റ്റാറ്റസ് എന്ന ഫോൾഡർ കാണാൻ പറ്റും. നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതുവരെ നമ്മൾ കണ്ട എല്ലാ സ്റ്റാറ്റസ് വീഡിയോസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഏതെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഏതെങ്കിലും നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കണമെങ്കിൽ ആക്കാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഞാൻ തൽക്കാലം ഈ ഒരു ഫോട്ടോ ഇതുപോലെ എൻ്റെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ പോവുകയാണ്. അതിനായിട്ട് ആ ഒരു ഫോട്ടോസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. ഇപ്പോൾ മുകളിലായിട്ട് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഇത് വാട്സപ്പ് വഴി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ജിമെയിൽ വഴി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കണമെങ്കിൽ വാട്സപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് ആക്കിയത് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലാണ് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഓപ്പോ A9 2020 എന്ന ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജറിൽ മുകളിലായിട്ട് 2 ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വരും, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മുകളിലായിട്ട് ഡിസ്പ്ലേ ഹിഡൻ ഫയൽസ് എന്നതുണ്ട്, അതിവിടെ ഡിസേബിൾ ആയി കിടക്കുകയാണ്, നമുക്കതൊന്ന് എനേബിൾ ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഫോൺ സ്റ്റോറേജ് എന്നത് ഓപ്പൺ ചെയ്യാം. ഫോൺ സ്റ്റോറേജിൽ ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ കാണാം, അതിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ മീഡിയ എന്നത് ഓപ്പൺ ചെയ്യാം. ഇവിടെ വാട്സപ്പിൻ്റെ ഫോൾഡർ ഉണ്ട്, അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. വീണ്ടും വാട്സപ്പ് ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാറ്റസിൻ്റെ ഒരു ഫോൾഡർ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അത് ഡോട്ട് സ്റ്റാറ്റസ് എന്ന ഒരു ഫോൾഡറായിട്ടാണ് കിടക്കുന്നത്, അത് ഡിസേബിൾ ആയിട്ടാണ് അത് കിടക്കുന്നത്. പക്ഷേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്റ്റാറ്റസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, നമ്മുടെ ഏതെങ്കിലും മറ്റു ഫോൾഡറിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം, പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മുടെ ഈ ഒരു ഫോൾഡറിൽ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ സ്റ്റാറ്റസ് വീഡിയോ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോൾഡറിൽ നമുക്ക് മറ്റുള്ളവർ ഇട്ട സ്റ്റാറ്റസ് കാണാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം
നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ തന്നെ മറ്റുള്ളവർ ഇട്ട സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം പറ്റുന്നതാണ്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അതല്ല വർക്ക് ചെയ്തില്ലെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.